ഇടുക്കി അടിമാലി ലക്ഷം വീട് നഗറിലെ ക്യാമ്പിൽ കഴിയുന്ന കുടുംബങ്ങൾ നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. പുനരധിവാസം ഉറപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു നിരാഹാര സമരം സംഘടിപ്പിച്ചത്. നാളെ നടക്കുന്ന യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്ന ജില്ലാ കളക്ടറുടെ ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. യോഗത്തിൽ കൃത്യമായ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് നീങ്ങുമെന്നും കുടുംബങ്ങൾ പറഞ്ഞു. ബിനീഷ് ആന്റണി ചേരുന്നു വിവരങ്ങളുമായി. ബിനീഷ്, അങ്ങനെ നാളത്തെ യോഗത്തിൽ ഇതൊരു തീരുമാനം അല്ലെങ്കിൽ ഇവരുടെ പുനരധിവാസത്തെ സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടാകും അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ വിശ്വസിക്കാനാവും. നാളെ നടക്കുന്ന യോഗത്തിൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രി നടന്ന യോഗത്തിലാണ് അത്തരത്തിലൊരു പ്രതിഷേധം ആരംഭിക്കാൻ അവിടെയുള്ള പ്രദേശവാസികൾ തീരുമാനിച്ചത്. മണ്ണിടിച്ചിൽ നടന്ന് 6 ദിവസം പിന്നിടുമ്പോഴും ഇവരുടെ പുനരധിവാസം യാഥാർത്ഥ്യമാക്കുവാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകുന്നില്ല എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. ഇതിന്റെ ഭാഗമായാണ് ഇന്ന് രാവിലെ മുതൽ ക്യാമ്പിൽ ഉപവാസ സമരം ആരംഭിച്ചത്. തുടർന്ന് ജില്ലാ കളക്ടർ വീഡിയോ കോൺഫറൻസിലൂടെ സമരക്കാരെയും ജനപ്രതിനിധികളുമായി സംസാരിക്കുകയായിരുന്നു. ഈ ചർച്ചയിലാണ് നാളെ രാവിലെ റവന്യൂ മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേരുന്ന യോഗത്തിൽ വിഷയത്തിൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നും പ്രദേശവാസികളുടെ പുനരധിവാസം സംബന്ധിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കുമെന്നും കളക്ടർ ഉറപ്പു നൽകിയത്. ഇതോടെയാണ് ഈ ഉപവാസ സമരം താൽക്കാലികമായി ഇവിടെയുള്ള പ്രദേശവാസികൾ അവസാനിപ്പിച്ചത്. എന്നാൽ നാളെ നടക്കുന്ന യോഗത്തിലും അധികൃതർ ഈ ജനവഞ്ചന അല്ലെങ്കിൽ ഈ വാക്കുകൾ പാലിച്ചില്ലെങ്കിൽ ഹൈവേ ഉപരോധം അടക്കമുള്ള കടുത്ത സമരപരിപാടികൾക്കും നേതൃത്വം നൽകാൻ തന്നെയാണ് ഇവിടെയുള്ള പ്രദേശവാസികളുടെ തീരുമാനം. കാളിദാസ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. പുനരധിവാസം ഉറപ്പാക്കുമെന്നുള്ള ഒരു ഉറപ്പ് ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞു. നാളെ നടക്കാനുള്ള യോഗമാണ് അതിലൊരു തീരുമാനം, അന്തിമ തീരുമാനത്തിലേക്ക് എത്തേണ്ടത്. എന്നിരുന്നാലും യോഗത്തിൽ കൃത്യമായ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് നീങ്ങുമെന്നും കൂടിയാണ് കുടുംബങ്ങൾ പറഞ്ഞത്. എന്തായാലും അതിൽ കുടുംബാംഗത്തിന്റെ അത്രയും പോകുന്ന കുടുംബങ്ങൾ നിരവധിയുണ്ട്. അതിലൊരു അംഗത്തിന്റെ പ്രതികരണം കേൾക്കാം. അടിമാലിയിലുണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇവിടെ ക്യാമ്പിൽ കഴിയുന്ന ആളുകൾ വളരെ ഭയാശങ്കയിലും ആശങ്കയിലുമാണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. 6 ദിവസം പിന്നിട്ട ഈ സാഹചര്യത്തിലും ഇവർക്ക് വേണ്ട ഒരു പാക്കേജ് പ്രഖ്യാപിക്കുവാൻ സർക്കാരിനോ ബന്ധപ്പെട്ട അധികാരികൾക്കോ ഇതുവരെ കഴിയാത്ത സാഹചര്യത്തിൽ ക്യാമ്പിൽ കഴിയുന്നവർ നിരാഹാര സമരം പ്രഖ്യാപിച്ചിരുന്നു. ഒരു വെള്ളം പോലും കഴിക്കാതെ ഇവിടെ മുഴുവൻ ആളുകളും നിരാഹാര സമരത്തിൽ ഏർപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഏതായാലും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ വീഡിയോ കോൺഫറൻസിൽ വരുവാൻ തയ്യാറാവുകയും വീഡിയോ കോളിലൂടെ ഇവിടുത്തെ ആളുകളുമായിട്ട് സംസാരിക്കുവാനുള്ള സാഹചര്യമുണ്ടായി. നാളത്തെ ഒരു ദിവസം കളക്ടർ ചോദിച്ചിരിക്കുകയാണ്. നാളെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ഉൾപ്പെടുന്ന സംഘത്തിന്റെ മീറ്റിംഗ് കളക്ടറേറ്റിൽ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജ് പ്രഖ്യാപിക്കും എന്ന് ബഹുമാനപ്പെട്ട കളക്ടർ ഉറപ്പു തന്നതിന്റെ അടിസ്ഥാനത്തിൽ